മയ്യത്ത് കഫം പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ഒരു ജനാസ കയ്യിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഒരു ജനാസ കയ്യിൽ പിടിച്ചിട്ട് സഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരുടെ മയ്യത്താ യാ റസൂലല്ലാഹ്? മിസ്ബർ റളിയല്ലാഹു തആല അർഗിന്റെ മയ്യത്താ നബിയേ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത് നബിയേ? മയ്യത്ത് പുതിയ തുണി തികയില്ല നബിയേ. സ്വർണ്ണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാര്, പൊന്നുമോനെ മയ്യത്ത് പുതിയ തുണിയില്ല ചെറുപ്പക്കാരാ. തലമറയ്ക്കുമ്പോ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോ തലവെളിയിലാണ്. പടച്ചവനെ അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് തലമറച്ചിട്ട് പൊതി സഹാബ. അവസാന തുണി കൊണ്ട് തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. രണ്ട് കാലും വെളിയിൽ കിടക്കുകയാ, രണ്ട് കാലും വെളിയിൽ കിടക്കുകയാ. തുണിയില്ലല്ലോ, കഫം പൊതിയാ തുണിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പുല്ല് പറിച്ചു കൊണ്ടുവരാറ്, പുല്ല് പറിച്ചു കൊണ്ടുവരാ. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് മിസബെന്ന് ചെറുപ്പക്കാരന്റെ കാലിൽ വെച്ച് കെട്ടുകയാണ്. അവസാന നമസ്കാരം കഴിഞ്ഞു മയ്യത്ത് ഖബറിനകത്തിറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടങ്ങടിഞ്ഞുപോയി, പുല്ലടിഞ്ഞ് ഖബറിനകത്ത് വീടുപോയി. കാല് രണ്ടും വെളിയിൽ കാണുകയാണ്. സഹാബത്ത് മുഴുവനും കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയാ തുടങ്ങി. എല്ലാവരും ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ പണത്തിന്റെ പുറകെ നെട്ടോട്ടമോടുന്ന യുവത്വേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ല വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ ഇങ്ങനെ മരിക്കണം ബാപ്പാ. ചെറുപ്പക്കാരാ, മരിച്ചാ ഇതുപോലെ മരിക്കണം പോരെ. തന്റെ ജീവിതവും തന്റെ സമ്പത്തും അല്ലാഹുവിന് കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയിട്ട് സ്വർഗം കണ്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് പണത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. മരിക്കണ്ടേ വാപ്പാ, മരിക്കണ്ടേ പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹിന് ബോധം വന്നപ്പോ അവിടെന്ന് വിളിക്കുന്നു, ആയിഷ ആയിഷ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് ആയിഷ ബീവിയെ വിളിക്കുകയാണ്. ആയിഷ ബീവി ഓടി അടുത്തേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നുണ്ട് ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് വാ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല 6 7 ദിർഹം എടുത്തുകൊണ്ട് വന്ന് റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ളാഹ് കരയുകയാ, കണ്ണ് നിറയുകയാണ്. ആകെയുള്ള സമ്പാദ്യം കയ്യിൽ വെച്ചിട്ടിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ എന്തിനാ കരയുന്നത്? ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാനങ്ങ് മരിച്ചു പോകുന്നതെങ്കിലോ. ആകെയുള്ളതാരേ 6 ദിർഹം ഇതെന്റെ കയ്യിലിരിക്കുമ്പോഴാ ഞാൻ മരിക്കുന്നതെങ്കില് നശിച്ചു പോയല്ലോ ആയിഷ. അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ രക്ഷപ്പെടില്ലല്ലോ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ കണ്ണടയുന്നതിന് മുമ്പേ കൊണ്ടു കൊടുക്ക ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല ആകെ കയ്യിലിരുന്ന് 6 ദിർഹം എടുത്തുകൊണ്ട് സദക്ക കൊടുക്കുകയാണ്. 1 രൂപ പോലും സ്വന്തമില്ലാതെയാ ലോകത്തിന്റെ നേതാവ് പോയത്. ഒരു 5 നയാ പൈസ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ജീവിച്ച പ്രവാചകന്റെ വഫാത്ത് ഇങ്ങനെയായിരുന്നു. ആകെയുള്ളത് പോലും
വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണ പോലുമില്ലാതെ പട്ടിണി കിടന്നിട്ട് റബ്ബേ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞ പ്രവാചകന്റെ അവസ്ഥ എന്താ? റബീഉൽ അവ്വൽ 12 രോഗം പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ വീടിനകത്ത് കിടക്കുകയാ. പെട്ടെന്ന് പ്രവാചകന് രോഗം കൂടി. ആയിഷ ബീബി ഒരു സൈഡിലുണ്ട്, ഫാത്തിമ ബീബി ഒരു സൈഡിലുണ്ട്. രണ്ടുപേരും ഇരുന്ന് കരയുകയാ. റസൂലുള്ള ബോധമില്ലാതെ കിടക്കുകയാ. അങ്ങനെ രണ്ടുപേരും വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതിലൊന്ന് തുറക്കുവോ, റസൂലുള്ളാഹിന്റെ കുടുംബമേ വാതിലൊന്ന് തുറക്കുവോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറയുകയാ, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, സംസാരിക്കാൻ കഴിയില്ല, എഴുന്നേക്കാൻ കഴിയില്ല, എന്റെ വാപ്പയ്ക്ക് രോഗം കൂടിയിട്ട് കിടക്കുകയാണ്. നിങ്ങളൊന്ന് പോയിട്ട് പിന്നെ ഇന്ന് വരുവോ, നിങ്ങൾ പോയിട്ട് പിന്നെ ഇന്ന് വരുവോ. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറയുകയാണ്. ഫാത്തിമ ബീബി അപ്പോഴും ഇതുപോലെ വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് രോഗമാ, എന്റെ ഉപ്പാന് സുഖമില്ല, പോയിട്ട് പിന്നെ വാ. കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിൽ സലാം പറയുകയാണ്. റസൂലുള്ള ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ആരാ മോളെ സലാം പറയുന്നത്, ആരാ മോളെ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, ഈ നാട്ടുകാരനല്ല വാപ്പാ, ഇന്ന് വരെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ വാതിൽ തുറക്കുമോളെ, വാതിൽ തുറക്കുമോളെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറക്കുമ്പോ കടന്നു വന്നതാരാ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കയറി വന്ന അസ്റായീലിനെ കണ്ടിട്ട് ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുപോലെ പോലെ കരഞ്ഞു പോയെങ്കിലോ, ഫാത്തിമ ബീബി പോലും പേടിച്ചു പോയെങ്കിലോ, കാണണ്ടേ ചെറുപ്പക്കാരാ, കാണണ്ടേ വാപ്പാ, നമ്മുടെ മുന്നിലും വരുമല്ലോ, നമ്മുടെ മുന്നിലും വരുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അസ്റായീൽ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്റായീലേ, എന്നെ കാണാ വന്നതാണോ, എന്നെ കാണാ വന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാ വന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്രായീലേ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം ഇസ്രായീൽ, എനിക്ക് ജിബ്രീലിനെ വന്ന് കാണണം ഇസ്രായീൽ. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ജിബ്രീലേ, ഞാൻ കരഞ്ഞപ്പോഴും ചിരിച്ചപ്പോഴും എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലോ, നീ എന്റെ കൂട്ടുകാരനാണല്ലോ, എന്റെ അവസാനമായി എന്നെ നീയൊന്ന് യാത്രയാക്കാൻ വരാത്തത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ കിടപ്പ് കാണാ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് സന്തോഷത്തോടെ പോകണം ജിബ്രീൽ, എനിക്ക് സമാധാനത്തോടെ മരിക്കണം ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, അവന്റെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞ അല്ലാഹു അവര് പുറത്തു കൊടുക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റൂഹ് പിടിക്ക ഇസ്രായീൽ, എനിക്ക് സന്തോഷമായ ഇസ്രായീൽ. ഇസ്രായീൽ അലൈഹിസ്സലാം കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. പടച്ചവരെ, വേദന സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്, ശരീരം മുഴുവനും
വിയർക്കുകയാണ്. വല്ലാത്ത വേദനയാ, വല്ലാത്ത വേദനയാ. അള്ളാന്റെ റസൂല് വിളിക്കുന്നു, അസ്റായീലേ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ, എന്നെ കൊണ്ട് സഹിക്കുന്നില്ല അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം കരയുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നുവരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, എനിക്കിതിനെക്കാളും മയമായി പിടിക്കാൻ അറിയില്ല നബിയേ. അള്ളാന്റെ റസൂല് കിടന്ന് കരയുകയാ. പ്രവാചകൻ ഇങ്ങനെ ചാടി എഴുതേക്കും കിടക്കും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഓടി വന്നിട്ട് റബ്ബേ, വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് വിയർപ്പ് തുടച്ചു കൊടുക്കുകയാ. റസൂലുള്ളാഹിന്റെ ശരീരം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ഫാത്തിമ ബീബി അടുത്തിരുന്ന് ഉപ്പയുടെ കൈകാലുകളെ തടകുകയാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂൽ ഇങ്ങനെ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. ആയിഷ റബ്ബിനോട് ദുആ ചെയ്യണേ ആയിഷ, മരണവേദന കുറച്ചു തരാൻ അല്ലാഹുവോട് നീ ദുആ ചെയ്യണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ. ആയിഷ ബീവിയുടെ കൂടെ പുറപ്പാട്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ അബ്ദുറഹ്മാൻ എന്ന സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അള്ളാന്റെ റസൂൽ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. 18 വയസ്സുകാരി ആയിഷയ്ക്ക് മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്തിനാ നോക്കുന്നത്. അന്ന് ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. അല്ലാഹുവേ, ആ സഹാബി അടുത്തേക്ക് വിളിച്ചു. കയ്യിലിരിക്കുന്ന മിസ്വാക്ക് എടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് മിസ്വാക്ക് എടുത്ത് വെച്ച് കൊടുത്തു. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് എടുത്തിട്ട് തന്റെ പല്ലിൽ വെച്ച് കടിക്കുകയാ, നല്ലപോലെ പാകമാക്കി. എന്നിട്ട് എന്റെ പെങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മച്ചി തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ മാറിടത്തിൽ ഇങ്ങനെ ചാരി നിർത്തിയിട്ട് മഹദി ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ, പ്രവാചകന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ. അല്ലാഹുവേ, റൂഹ് പിടിച്ച് അരയുടെ ഭാഗം കഴിഞ്ഞു. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനാണ്. വീട്ടിലേക്ക് കേറി വരികയാ. റസൂലുള്ള സക്കറാത്തിന്റെ അവസ്ഥയാണ്. റൂഹ് പിടിച്ചരയുടെ ഭാഗം കഴിഞ്ഞു. തന്റെ വളർത്തു മകൻ വീട്ടിലേക്ക് കേറി വരുമ്പോ റസൂലുള്ളാഹിന്റെ കൈ ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചെറുതായിട്ട് ഇങ്ങനെ ഉയർത്തുകയാണ്. ഇങ്ങനെ ഉയർത്തിയിട്ട് തന്റെ മകനോട് 2 കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. സാമാ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യൂ സാമാ. അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാൻ റബ്ബനോട് കരുണ കാണിക്കാ. എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ.
അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു പോയെങ്കിലോ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ നമ്മളും കാണണ്ടേ, നമ്മുടെ മുന്നിൽ അസ്റായിൽ വരുമല്ലോ, എല്ലാ കളഞ്ഞിട്ട് പോകേണ്ടവരല്ലേ. എങ്ങനെയാ വരുന്നത്? മയ്യത്ത് കുളിപ്പിക്കുന്നവരാണല്ലോ. മരണവേദന സഹിക്കാൻ കഴിയാതെ പലരും കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമല്ലോ. വല്ലാത്ത വേദനയല്ലേ. അല്ലാഹുവേ, ഒന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ, ചിന്തിക്ക് ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇന്നത്തെ ഒരു ദിവസത്തെ പാപം മാത്രം ഒന്ന് എടുത്തു നോക്കുപോലെ. ഇന്നുറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ 10 മണി സമയം വരെ ഇന്നത്തെ ഒരൊറ്റ ദിവസം ചെയ്ത പാപമെന്ന് ചെറുപ്പക്കാരാ. കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലേ, കൈകൊണ്ട് പിടിച്ചത് പാപമല്ലേ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ, ചെവി കൊണ്ട് കേട്ടത് പാപമല്ലേ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലെ പാപമല്ലേ. ഓരോ ദിവസവും കോടാനുകോടി അപരാധം ചെയ്യുന്ന ഞാനും നിങ്ങളും എങ്ങനെയാ മരിക്കുന്നതെന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ. എന്തൊക്കെ അഹങ്കാരമാ പൊന്നുപോര്, എന്തൊക്കെ പേക്കൂത്തുകളാ പൊന്നുപോര്. ഇസ്ലാമിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഇന്നത്തെ യുവതലമുറയുടെ പ്രവർത്തനങ്ങൾ വല്ലാത്തതാണല്ലോ. അല്ല കാണുന്നില്ലേ ചെറുപ്പക്കാരാ, അല്ല കാണുന്നില്ലേ പെങ്ങള്? ആണും പെണ്ണും ഇന്ന് കോലം കെട്ടിക്കെട്ട് പേക്കൂത്തുകൾ കാണിക്കുന്ന കാലത്തുകൂടെ നടന്നു പോകുമ്പോ ഇതെല്ലാം തീരും ചെറുപ്പക്കാരാ. പൊന്നുപോലെ 366 പ്രാവശ്യമേ അസ്റായിൽ നിന്റെ മുഖത്ത് നോക്കൂ. 366 പ്രാവശ്യമേ അസ്റായിൽ നിന്റെ മുഖത്ത് നോക്കൂ. 67ാമത്തെ പ്രാവശ്യം വരുന്നത് നോക്കാനല്ല, നിന്നെ കൊണ്ടുപോകാനാ. ഒന്നെന്റെ ചെറുപ്പക്കാരാ, 360 ആയോ?